പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് യാക്കോബായ സഭാ അധ്യക്ഷൻ ബസോലിയസ് ജോസഫ് ബാവ. ഇനിയും സഭാ തർക്കം തലക്കെട്ടുകൾ ആകരുത്, എല്ലാം നിർത്തണം, സഹോദരങ്ങളെ പോലെ ജീവിക്കാമെന്നും യാക്കോബായ സഭ. അവരോടും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരിട്ടുള്ള ചർച്ചകൾക്ക് നമ്മൾ തയ്യാറാണ്. സഭ മെത്രാപ്പോലീത്തന്മാർ അടങ്ങുന്ന ഒരു സമിതി അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഈ ഒരു ഘട്ടത്തിൽ സമവായത്തിൻ്റെ പാത നമുക്ക് തിരഞ്ഞെടുക്കാം. രണ്ട് സഭകളുടെയും അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ച് പ്രവർത്തിക്കാമല്ലോ. എല്ലാത്തിനും ഒരു അന്ത്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമം സ്നേഹത്തോടെ ഇനിയും തുടരും. രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ എത്ര കാലമായി ഈ തലക്കെട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് സഭാ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്നലെ കോടതിയിൽ നിന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിട്ടുള്ള ഒരു വിധിയാണ് കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിലാണോ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം? എങ്ങനെ ഒരു സമവായ ചർച്ച, എങ്ങനെ ഈ ഒരു പ്രശ്നം ഇത് കാലാതീതമായിട്ട് തുടർന്ന് പോകുന്നതിനപ്പുറത്തേക്ക് പരിഹാരം എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്? തീർച്ചയായും അക്ഷയ, കഴിഞ്ഞ ദിവസമാണ്, അതായത് എറണാകുളം ജില്ലയിലെ പള്ളികൾ, പ്രത്യേകിച്ചും 6 പള്ളികൾ, യാക്കോബായ ഓർത്തഡോക്സ് സഭ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ പിടിച്ചെടുത്ത് കൈമാറണം ജില്ലാ കളക്ടർമാർ എന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ആദ്യത്തെ ഉത്തരവ്. അത് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് യാക്കോബായ സഭയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. യാക്കോബായ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രേഷ്ഠ ജോസഫ് ബാവ, അദ്ദേഹമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ സഭയിൽ ഈ വ്യവഹാരത്തിന്റെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ജയവും പരാജയവും ഒന്നും കാണുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ കേസുകൾ വന്നു നിൽക്കുന്നത് ഒരു നല്ല രീതിയിലാണ്. ഇതിന്റെ അടക്കം പശ്ചാത്തലത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. 2 സഭകളുടെയും അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ ജീവിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പള്ളികൾ കൈവിട്ടു പോയതിന്റെ, അല്ലെങ്കിൽ പള്ളികൾ ഏറ്റെടുത്തതിന്റെ ഒരു വിഷമവും അതോടൊപ്പം തന്നെ പ്രതിഷേധവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതും ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും നീതി നിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഈ പള്ളിത്തർക്കങ്ങൾ തലക്കെട്ടുകളായി മാറുന്നു. അതിനി അവസാനിപ്പിക്കണം, ഒരു മീഡിയേഷൻ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന ഒരു കാര്യവും കൂടിയാണ് പറയുന്നത്. മുൻപും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഭാഗത്ത് സമവായം ഇതിൽ വേണം, പ്രശ്നം പരിഹരിക്കണം എന്നുള്ള